പക്ഷെ വേറൊരു ഇഷ്യൂ വന്നിട്ടുണ്ട്. ചോയ് സങ് അവൻ പിടിക്കപ്പെട്ടു. അവൻ പോലീസുകാരോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് കുഴപ്പമാവും. എന്താ നീ ചെയ്യാൻ പോകുന്നത്? മിഞ്ചി കോള് കട്ട് ചെയ്യും. അവൻ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരൻ ആ തുണിക്കച്ചവടക്കാരനെ തന്റെ ലോയർ വന്നിട്ടുണ്ട്, ആ സംസാരിക്കുന്ന മുറിയിലേക്ക് മാറിയിരുന്നോളാൻ പറയും. അങ്ങനെ അവൻ മാറിയിരിക്കുന്ന സമയത്താണ് ഒരുപാട് ഡെലിവറി പിള്ളേര് ഒരുപാട് ഭക്ഷണമായിട്ട് ഈ സ്റ്റേഷനിലേക്ക് വരുന്നത്. ഒരുമിച്ച് പലരും ഡെലിവറി ഓർഡർ ചെയ്തിരിക്കുന്നു. എന്നാൽ സ്റ്റേഷനിൽ നിന്ന് ഒരു ഓർഡർ പോയിട്ടില്ല. നിറച്ച പിള്ളേര് ഭക്ഷണപ്പൊതിയായിട്ട് വന്നിട്ടുണ്ട്. ആകെ മൊത്തം കോലാഹലം. ഈ സമയത്താണ് മിഞ്ചി സ്റ്റേഷനകത്തേക്ക് കയറി വരുന്നത്. ഈ ഡെലിവറി അവന്റെ സെറ്റപ്പായിരുന്നു. അവൻ ഈ ചോയോങ്ങിന്റെ അടുത്ത് മിണ്ടൊന്നുമില്ല. പിടിച്ച് മടക്കിയിരുത്തിയിട്ട് ചങ്കിലേക്ക് കത്തി കുത്തിയിറക്കി കൊന്നിട്ട് നൈസായി മിണ്ടാതങ്ങ് ഇറങ്ങിപ്പോകും. കുറച്ച് കഴിയുമ്പോഴാണ് പോലീസുകാർ കാണുന്നത്. അവിടെ നിന്ന് കട്ട് ചെയ്താൽ മിഞ്ചി കൊന്ന ഇവരുടെ ആളുടെ ബോഡി IT കാരൻ്റെ അടുത്തേക്ക് വരുന്നു. IT കാരൻ പറയും, ആ മിഞ്ചിനെ കൊണ്ട് ആകെ ബുദ്ധിമുട്ടായി, അവന് ഷെയർ വേണം പോലും, ഇപ്പം എൻ്റെ ആൾക്കാരെയും കൊന്നു, ഇനി അടുത്തത് അവൻ എന്നെയായിരിക്കും കൊല്ലാൻ പോകുന്നു, ഇനിയും നമുക്ക് അവനെ വളരാൻ അനുവദിച്ചുകൂടാ. പോലീസുകാരെ പിടിച്ച സൂചകന് മിഞ്ചിയെ മാത്രം അറിയൂ. നമുക്ക് മിഞ്ചിയെ തട്ടിയിട്ട് പോലീസുകാരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കാം. മിഞ്ചിയാണ് ഈ കോനയും കൊന്നേന്ന് വരുത്തി തീർക്കാം. പ്രശ്നം തീർന്നില്ലേ? പോലീസുകാര് മിഞ്ചിനെ പിടിക്കുന്നതിന് മുന്നേ നമുക്ക് അവനെ കൊന്നും കളയാം. എല്ലാ പ്രശ്നവും സോൾവായി. ഓക്കെ അല്ലേന്ന് ചോദിക്കുമ്പോൾ ആ പുതിയ കന്നഡക്കാരൻ ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. ഇവരെന്ത് ചെയ്യും? മിഞ്ചി ആദ്യം കാറിനകത്ത് വെച്ച് കൊന്നില്ലേ, അയാളുടെ ബോഡി മിഞ്ചിങ്ങിന് അവകാശപ്പെട്ട കണ്ടെയ്നറിനകത്താക്കും. ആ ബോഡി പോലീസുകാർക്ക് കണ്ടുകിട്ടുന്നു. മിഞ്ചിങ് പ്രധാന കുറ്റക്കാരനായിട്ട് വരുന്നു. അവനും ഇയാൾക്കും എല്ലാം കാസിനോ ആയിട്ട് ബന്ധമുണ്ടെന്നുള്ളത് പോലീസുകാർക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ന്യൂസിൽ മിഞ്ചിങ് ആണ് കാസിനോയിലെ പ്രധാന പ്രതി, അവൻ കൂടെയുള്ള ആളെയും കൊന്നിട്ട് കടന്നു കളഞ്ഞു എന്ന ന്യൂസ് പോകുന്നുണ്ടാവും. ഇത് മിഞ്ചും കാണുന്നുണ്ട്. തനിക്കിട്ട് IT കാരൻ പണി തന്നു എന്നുള്ളത് അവന് മനസ്സിലായി. അവൻ IT കാരനെ വിളിക്കും. IT കാരൻ പറയും, എൻ്റെ ആൾക്കാർ ആ ബോഡി ശരിയായ സ്ഥലത്ത് തട്ടിയില്ലെന്ന് തോന്നുന്നു, കുഴപ്പമില്ല, നമുക്ക് റെഡിയാക്കാം, ഞാൻ ഫ്രീ ആവുമ്പോൾ നിന്നെ കാണാൻ വരാം, നമുക്ക് സംസാരിച്ച് തീർക്കാം. അത് കേട്ട് മിഞ്ചിയും പറയും, നീ എന്നെ കാണാൻ വരണ്ട, ഞാൻ നിന്നെ കാണാൻ വരുന്നുണ്ട്. കോള് കട്ട് ചെയ്തിട്ട് IT കാരൻ, നമ്മുടെ സെക്യൂരിറ്റി ഒന്ന് സ്ട്രോങ് ആക്കണം, പറ്റുമെങ്കിൽ എനിക്കൊരു ഗണ്ണും സെറ്റാക്കി താ. ആ വെറി പിടിച്ചവൻ വരുന്നുണ്ട്. കട്ട് ചെയ്ത പോലീസുകാര് ഡോൺലി മാമനും കൂട്ടരും കൂടി ഇപ്പൊ അവസാനം മരിച്ച ഖോ എന്ന ആളില്ലേ, അയാളുടെ പേരിലുള്ള ഒരു വലിയ കമ്പനിയുണ്ട്. ആ കമ്പനിയിൽ ഇന്ന് രാത്രി ഒരു സെറിമണി നടക്കുന്നു. ആ സെറിമണിക്ക് വേണ്ടി ഈ കാസിനോയുമായി ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം ഒത്തുകൂടും. സോ അതൊക്കെ ആരാണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ഹീറോയും പോലീസുകാരും കൂടി ആ കമ്പനിയിലേക്ക് വരുന്നു. ആ സ്ഥലത്ത് നമ്മുടെ IT ജീനിയസും അയാളുടെ പുതിയ കമ്പനിക്കാരനുണ്ട്. പോകുന്ന വഴിക്ക് തന്നെ ബഡ്ഡി പോലീസുകാരൻ ഈ IT ജീനിയസിന്റെ ഫോട്ടോ ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കും. ഇയാൾക്കും ഈ കമ്പനിയായിട്ട് ബന്ധമുണ്ട്. പക്ഷേ കസിനോയുമായി നേരിട്ടുള്ള ബന്ധം എന്താണെന്ന് നമുക്കറിയില്ല. അതിനുള്ള എവിഡൻസ് ഇല്ല. ഇതിന് പുറകിലെ മാസ്റ്റർ മൈൻഡ് എന്തായാലും ഇയാൾ തന്നെ ആയിരിക്കണം. എന്തായാലും നമുക്ക് പോകാമെന്ന് പറഞ്ഞ് 20ാമത്തെ ഫ്ലോറിലാണ് ഈ സെറിമണി നടക്കുന്നത്. ഇവരങ്ങോട്ട് പോകാൻ വേണ്ടി ലിഫ്റ്റിൽ കയറും. ഇവര് കയറി അടുത്ത നിമിഷം 3 മോന്തപൊള്ളി വില്ലന്മാരും വരുന്നുണ്ട്. അവരാരാണെന്ന് ഇവർക്കറിയില്ല. പക്ഷെ അവന്മാർക്ക് മനസ്സിലായി ഇത് പോലീസുകാരാണെന്ന്. ഒരുത്തന്നെ താഴെ കാവൽ നിർത്തിയിട്ട് മിഞ്ചിയും കൂട്ടുകാരനും ലിഫ്റ്റിനകത്ത് കയറും. ഇവര് 19ാം നമ്പറാണ് പ്രസ് ചെയ്യുക. രണ്ടുപേർക്കും പരസ്പരം സംശയം. മാമനും മനസ്സിലായി ഇവന്മാരെന്തോ കുഴപ്പക്കാരാണെന്ന്. 19th ഫ്ലോർ എത്തുമ്പോൾ അവന്മാർ ഇറങ്ങിപ്പോകും. മാമനും പുറകെ പോകുന്നുണ്ട്. ഇവര് നേരെ ടോയ്ലറ്റിലേക്കാണ് പോവുക. മാമൻ 2 ടോയ്ലറ്റും ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവര് രണ്ടുപേരും പിരിഞ്ഞ് 2 ടോയ്ലറ്റിനകത്ത് കയറും. ആ ബഡ്ഡി കയറുന്ന ടോയ്ലറ്റിനകത്തായിരിക്കും മിഞ്ചി ഉണ്ടാവുക. ഇങ്ങേര്, ഞാൻ പോലീസുകാരനാണ്, നിങ്ങളുടെ ID ഒന്ന് കാണിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. ഈ സമയത്ത് മാമൻ ഇപ്പുറത്തെ ടോയ്ലറ്റിനകത്തെ എല്ലാ ഡോറും തല്ലിപ്പൊളിച്ച് ആളെവിടെയാണെന്ന് നോക്കാം. പെട്ടെന്നാണ് മറ്റാള് കത്തിയായിട്ട് ചാടി വീഴുക. രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞാട്ടി. ഇവിടെ മിഞ്ചി ബഡ്ഡി പോലീസുകാരനെ കൊല്ലാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് മാമൻ ഒരുത്തനെ കുത്തി വീഴ്ത്തി കഴിഞ്ഞു. അപ്പണ്ട് രണ്ടാമൻ വരുന്നു. താഴെ കാവൽ നിന്നവൻ അവനെ എടുത്ത് വലിച്ചിട്ട് അടിച്ചു കഴിഞ്ഞു. പക്ഷെ ഇവിടെ ബഡ്ഡി പോലീസുകാരനെ പിടിച്ചേക്കാൻ കഴിയുന്നില്ല. അവൻ അടികൊണ്ട് വീണു. അവനെ കുത്താൻ നേരമാണ് പാവം ഒരു ജോലിക്കാരി അങ്ങോട്ട് വരുന്നത്. ഇവൻ ആ ജോലിക്കാരിയെ പിടിച്ചോണ്ട് വന്ന് മാമന്റെ മുന്നിലിട്ട്, ഞാൻ ഇവളുടെ കഴുത്തിലേക്ക് കത്തി കുത്തിയിറക്കാൻ പോവാണ്, എന്നെ പിടിയാൻ വരണ്ടെന്നും പറഞ്ഞ് കത്തി കുത്തിയിറക്കി ഇവന്മാരവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു കളയും. മാമന് പുറകെ പോകാൻ പറ്റില്ല. ഈ പെണ്ണിന്റെ ജീവൻ രക്ഷപ്പെടുത്തണം, ഒപ്പം ബഡ്ഡി പോലീസുകാരന്റെ. എന്നാൽ ഒരുത്തനെ ഇടിച്ച് ഇവര് ബോധം കെടുത്തി അവൻ ഇവരുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവൻ വാ തുറക്കില്ല. അപ്പോഴാണ് മാമൻ ഹെൽമെറ്റുമായിട്ട് വരുന്നത്. നീ സംസാരപ്രിയനല്ല അല്ലേ, പക്ഷെ ഞാൻ നിന്നെ കൊണ്ട് സംസാരിപ്പിച്ചോളാം. ഹെൽമെറ്റും തലയിലിട്ട് കുതിര കുത്ത്, ഇനി അവൻ വാ തുറന്നോളും, ഉള്ള കാര്യങ്ങൾ പറഞ്ഞോളും. അത് കഴിയുമ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് ന്യൂസ് വരിക. ആ ബഡ്ഡി പോലീസുകാരന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അതേപോലെ ജോലിക്കാരി കഴുത്തിന് കുത്തുകൊണ്ടില്ലേ, ആ പെണ്ണ് ഇപ്പോൾ ഓക്കെയാണ്, അപകടമൊന്നുമില്ല. എന്നിട്ട് ഇവർ അറ്റാക്ക് ചെയ്ത മിഞ്ചി പിന്നെ അവന്റെ വലം കൈയില്ലേ, അവരെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യും. അവർ ശരിക്കും കൊറിയക്കാർ തന്നെയായിരുന്നു. പക്ഷെ ഇവിടുത്തെ വലിയ ക്രിമിനൽ കേസിൽ പെട്ടവരായതുകൊണ്ട് അവർ നാട് വിട്ട് ഓടിയവരാണ്. ഇവർക്കും കസിനോയുമായിട്ട്
കേസുമായിട്ട് ബന്ധമുണ്ട്. ഇവർ തന്നെയായിരിക്കണം ചോസെങ്ങിനെ കൊന്നിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്നലെ അവർ വന്നത് IT ജീനിയസിനെ കാണാനായിരിക്കും. പക്ഷെ IT ജീനിയസും ഈ കാസിനോയുമായി ബന്ധമുള്ളതിന്റെ എവിഡൻസ് ഒന്നും ഇവരുടെ കയ്യിലില്ല. അതാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഡെപ്യൂട്ടി ചീഫിനെയും ടോൺലി മാമനെയും വിളിക്കുക. സ്റ്റേഷനിൽ വെച്ച് ഒരാൾ കൊല്ലപ്പെട്ടില്ലേ, അതിന്റെ പ്രതിയെ കണ്ടുപിടിച്ചിട്ടില്ല. ഈ കാസിനോ കേസ് ഇത്രയും നാൾ അന്വേഷിച്ചിട്ടും ഇതുവരെ ഒരു എവിഡൻസും കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ജോലിക്ക് നിൽക്കുന്നത്? നിങ്ങൾ രണ്ടുപേരെയും ഈ ജോലിയിൽ നിന്ന് ഞാൻ മാറ്റാണ്. പുതിയ ടീം വരട്ടെ, അവർ വൃത്തിയായിട്ട് അന്വേഷിക്കട്ടെ. ഇപ്പൊ ഇറങ്ങിപ്പോക്കോന്നും പറഞ്ഞ് ഡെപ്യൂട്ടി രണ്ടുപേരെയും ചീത്ത പറഞ്ഞിറക്കി വിടും. മാമൻ ഒരു അവസരം കൂടി തരൂ എന്ന് ചോദിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ സമ്മതിക്കില്ല. പ്രമോഷൻ കിട്ടിയതോടുകൂടെ ഇയാളുടെ സ്വഭാവം മാറി. ഇതും പറഞ്ഞ് പിറുപിറുത്തോണ്ട് വിഷമിച്ച് ഹീറോ തിരിച്ചു പോവുകയാണ്. കേസ് കൈവിട്ടു പോയി. നേരെ ആ ഭർത്താവ് മരിച്ച ലേഡിയുടെ റെസ്റ്റോറന്റിലേക്കാണ് വരിക. എന്നിട്ട് ആ അമ്മച്ചി കൊടുത്ത നോട്ട് അത് വിഷമത്തോടെ എടുത്ത് വായിക്കും. എന്റെ മകനെ കൊന്നവരെ നിങ്ങൾ പണിഷ് ചെയ്യണം. ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൊളീഗ പോലീസുകാർ അങ്ങോട്ട് വരാം. ഞങ്ങളെ വിട്ടിട്ട് നീ തനിച്ചു കുടിക്കാന്ന് വിചാരിച്ചു. എല്ലാവരും ഒരുമിച്ച് കഴിച്ചു കുടിച്ചിട്ട് തിരിച്ചു പോകും. ഈ കേസ് ഇനി നമുക്ക് തൊടാൻ പറ്റില്ലല്ലോ, എന്തേലും വഴിയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവർ പോവാണ്. പോകുന്ന വഴിക്ക് 2-3 റൗഡികൾ ഒരു കടയിൽ വഴക്കുണ്ടാക്കുന്ന കാണും ഹീറോ. ഓൾറെഡി ആള് കലിപ്പിലാണ്. ആ കലിപ്പ് മാമൻ ഈ റൗഡികളുടെ പുറത്ത് തീർക്കും. കുത്തി കുത്തി വീഴ്ത്തു ഓരോരുത്തന്മാരെ. ഇനി ഇടിച്ച ചത്തുപോകൂടാന്ന് പറഞ്ഞ് ബാക്കിയുള്ളവര് മാമനെ പിടിച്ചോണ്ട് പോകും. സ്റ്റേഷനിലേക്ക് വന്ന് കയ്യിലെ രക്തമൊക്കെ തുടച്ചു കഴിയുമ്പോഴാണ് ഈ ടിഷ്യൂ ബോക്സിലെ ഒരുപാട് പരസ്യങ്ങൾ ഹീറോ കാണും. മറ്റേ വേടം പറഞ്ഞിരുന്നു പല പേരിൽ അറിയപ്പെടുമെങ്കിലും ഇതൊരു മോണോപോളിയാണ്. കാസിനോ പല പേരിൽ അറിയപ്പെടുമെങ്കിലും ഇത് നടത്തുന്ന ഒരാളാണ്. ഈ ഒരു ഐഡിയ വെച്ച് ഹീറോ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. ഈ സമയത്ത് മെയിൻ വില്ലൻ മിഞ്ചി അന്ന് വന്നത് എന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ പോലീസിന്റെ പിടിയിലാവാൻ പറ്റില്ല. ഇനി വിട്ടുകഴിഞ്ഞാൽ എന്നെ എവിടെയെങ്കിലും കാത്തിരുന്നവൻ തീർത്തു കളയും. എന്തായാലും പോലീസുകാർ അവൻ അന്വേഷിക്കുന്നതുകൊണ്ട് അവൻ സ്ഥലത്ത് നിന്ന് മാറാനുള്ള സാധ്യതയില്ല. അവന്റെ ലൊക്കേഷൻ കയ്യിലുണ്ടല്ലോ, എന്നാ പിന്നെ താൻ ചെന്ന് അവനെ പിടിച്ചോണ്ട് പോവാന്നും പറഞ്ഞ് IT കാരൻ ആ പുതിയ തോഴനോട് പറയും. അവനെ പറഞ്ഞു വിട്ടു കഴിഞ്ഞ് ഇവര് കളക്ട് ചെയ്ത ഹാർഡ് ഡിസ്ക് എല്ലാം IT തന്റെ ലോക്കറിൽ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അതിനകത്താണ് ഇവരുണ്ടാക്കിയ പണമെല്ലാം ഇരിക്കുന്നത്. ഈ സമയത്ത് മിഞ്ചിയും കൂട്ടുകാരനും ഒരു ഹോട്ടൽ മുറിയിലായിരിക്കും. അവരെ പോലീസുകാർ അന്വേഷിക്കുന്ന ന്യൂസിലൂടെ ഇവർ കേട്ടുകൊണ്ടിരിക്കുന്നു. നാട് വിട്ടാലോ അതോ IT കാരനെ കൊല്ലണോ എന്ന കൺഫ്യൂഷനിലായിരിക്കും അവര്. പെട്ടെന്നാണ് കറണ്ട് പോവുക. ഇവരുടെ മുറിയിലേക്ക് ആരൊക്കെയോ കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഇവർ ഓടിച്ചെന്ന് ഒളിച്ചിരിക്കും. ആ പുതിയ വില്ലൻ ഫ്രണ്ടും അവന്റെ അടിക്കാരുമാണ്. അവരുടെ മുന്നിലേക്ക് സ്റ്റൈലായി സിഗരറ്റും പിടിച്ച് മിഞ്ചി വന്നിരിക്കുന്നുണ്ട്. നോക്കുമ്പോൾ വലം കൈ പുറകി ചെന്ന് മുറിയുടെ ഡോറും ലോക്ക് ചെയ്തോളെ. ഒരെണ്ണത്തിനെയും രക്ഷപ്പെടാൻ വഴിയില്ലാതെ ഇവന്മാര് രണ്ടുപേരും മാറി മാറി ഓരോരുത്തരായിട്ട് തീർക്കാണ്. അവസാനം അവരുടെ മുതലാളിനെ പിടിച്ചിട്ട് IT കാരൻ നിനക്ക് കാസിനോ സ്വന്തമായിട്ട് തരാന്ന് പറഞ്ഞല്ലേ, എന്നോടും അതന്നെയാണ് പറഞ്ഞത്. പക്ഷെ അവന്റെ സ്വഭാവം എന്താന്ന് നിനക്കറിയാലോ. നിന്നെ തട്ടി അടുത്ത ആള് നിന്റെ സ്ഥാനത്ത് കൊണ്ടുവരും. അതാണോ നിനക്ക് വേണ്ടത്? അല്ലെങ്കിൽ എന്റെ കൂടെ ചേര്, നിനക്ക് വേണ്ട ഷെയർ ഞാൻ തരും. അങ്ങനെ ഇവര് തമ്മിൽ എന്തോ ഡീലാവുന്നുണ്ട്. ഈ സമയത്ത് അവിടുന്ന് കട്ട് ചെയ്ത പോലീസ് സ്റ്റേഷൻ. മാമനാണെങ്കിൽ ഈ കേസ് വിടുന്ന ലക്ഷണമില്ല. നമുക്ക് ഈ കേസ് വിടാൻ പാടില്ല ചീഫ്. അവന്മാർ IT കാരാണ്, സാധാരണ കൊലപാതകികളല്ല. അവന്മാരെ പിടിക്കണമെങ്കിൽ ആദ്യ മൂവ് നമ്മളാണ് ചെയ്യേണ്ടത്. അതിന് എൻ്റെ കയ്യിലൊരു പ്ലാനുണ്ട്. മോണോപോളിസ്, നിങ്ങൾ ഡെപ്യൂട്ടിയോട് സംസാരിക്കും. ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ വാങ്ങിക്കും. ചീഫ് പറയും എന്നെ കൊണ്ടൊന്നും പറ്റില്ല, അയാൾ സമ്മതിക്കാൻ പോകുന്നില്ല. എന്നാ പിന്നെ ഞാൻ തന്നെ സംസാരിക്കാമെന്നും പറഞ്ഞ് മാമൻ നേരെ ഡെപ്യൂട്ടിയുടെ മുറിയിലേക്ക് ചെല്ലുന്നു. അവിടെ വലിയ പോലീസുകാർ തമ്മിൽ ഡിസ്കഷൻ ആയിരിക്കും. മാമൻ ചെന്ന് മുട്ടുകുത്തിയിരുന്നിട്ട് പറയും, സാറന്മാരെന്നെ അനുവദിക്കണം. ഞാൻ ആ മരിച്ച പയ്യന്റെ അമ്മയ്ക്ക് വാക്കുകൊടുത്താണ് അവന്റെ കൊലയാളികളെ കണ്ടുപിടിക്കുമെന്നുള്ളത്. ഡെപ്യൂട്ടി ആണെങ്കിൽ എഴുന്നേക്കടാ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കുകയാണ്. നിങ്ങൾ ക്രൂരനായി. പ്രമോഷൻ കിട്ടിയതോടെ നിങ്ങളുടെ സ്വഭാവം മാറി. ദയവേത് എന്നെ വിശ്വസിക്കൂ, ഞാൻ കണ്ടുപിടിക്കാം. 100-ലധികം ക്രിമിനൽസാണ് ഒരുമിച്ച് കൂടുക. എന്നെ അനുവദിക്കൂ, ഞാൻ പിടിച്ചോണ്ട് വരാം അവന്മാരെ. അപ്പൊ ജനറൽ, ഇതെല്ലാം കേട്ടോണ്ടിരുന്ന ജനറൽ, 100-ലധികം ക്രിമിനൽസ് ഉണ്ടോ? എന്നാ ചെന്ന് പിടിച്ചോ, ഞാൻ നിനക്ക് പെർമിഷൻ തന്നിരിക്കുന്നു. ഒരിക്കലും നിയമത്തിനേക്കാളും മുന്നിലല്ല ഒരു കുറ്റവും. ഇഫ് യു ട്രൈ ഹാർഡ് യു ക്യാൻ ക്യാച്ച് അപ്പ്. ചെന്ന് പിടിച്ചോ. തീർച്ചയായിട്ടും സാർ, നന്ദിയുണ്ടെന്നും പറഞ്ഞ് മാമൻ ഇറങ്ങിപ്പോവും. അപ്പോഴും ചീഫ് പേടിക്കുന്നുണ്ട്. ഇത് വലിയ കേസാ, നീ എന്റെ തലക്കിട്ട് പണി തരുമോ? മിണ്ടാതെ വരാൻ പറഞ്ഞ് മാമൻ എല്ലാവരെയും വിളിച്ചു കൂട്ടി. നമ്മളൊരു പുതിയ പ്ലാൻ ഉണ്ടാക്കുന്നു. ഒരു റൈവൽ സൈറ്റ് നമ്മൾ തന്നെ നിർമ്മിക്കും. അപ്പൊ ആ കാസിനോ ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി അവന്മാരുടെ ടീംസ് വരും. ആ ടീമിനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ സംഘത്തിന്റെ വേര് മൊത്തം നമുക്ക് ഇളക്കി പറിക്കാം. മാമൻ പറയും എപ്പോഴും നിയമത്തിന് മുന്നിലായിരിക്കും ക്രിമിനൽസ്, പക്ഷെ ക്രൈം അതെപ്പോഴും കഷ്ടമാണ്. എല്ലാവരും ഒന്ന് ഷോക്കാവും. ഇവൻ എന്താ ഈ പറയുന്നത്? ചീഫ് ചോദിക്കും, നീ എന്താടാ ഈ പറയുന്നത്? കുറച്ചു മുന്നേ കേട്ടതല്ലേ, അതന്നെ ഞാൻ പറഞ്ഞു. ശരി, ഇപ്പൊ കാസിനോ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നവർ ചോദിക്കുമ്പോൾ അതിനൊരു എക്സ്പേർട്ട് എൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞ് മാമൻ ചെന്ന് നമ്മുടെ വേടനെ പിടിച്ചോണ്ട് വരും. വേടനാണെങ്കിൽ ഇപ്പൊ നിനക്ക് എന്താടാ വേണ്ടതെന്ന് ചോദിക്കുക. മാമൻ പറയും, ഞാൻ നിനക്ക് പണം തരാം, നീ ഒരു കാസിനോ സെറ്റ് ചെയ്താ. ഞാനിതിന് സെറ്റ് ചെയ്ത് തരണം, എന്നിട്ട് എനിക്കെന്താ ലാഭം? നീ എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുക? നമ്മൾ കൂട്ടുകാരല്ലേ? കൂട്ടുകാരോ? നിനക്ക് ഞാൻ കൂട്ടുകാരനോ? കൊല്ലാൻ കൊടുക്കുന്നവനാണോ കൂട്ടുകാരൻ? എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ മാമൻ ഒരു ബാഡ്ജ് എടുത്ത് ഇവന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇത് സ്പെഷ്യൽ ബാഡ്ജാണ് സീക്രട്ട് ഏജൻസിന് വേണ്ടി. നിന്നെ ഞങ്ങൾ പോലീസിലെടുത്തിരിക്കുകയാണ്. ഇത് കേട്ട് വേടം പറയും, പോടാ അവിടുന്ന് തമാശ പറയാതെ.
തന്നെയൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? മാമൻ ചോദിക്കും, നിനക്കൊരു പോലീസുകാരന് വിശ്വാസമില്ലേ? എന്താണോ ഈ പറയുന്നത്? ഞങ്ങളിങ്ങനെ സ്പെഷ്യൽ ക്രൈംസിന് വേണ്ടി സ്പെഷ്യൽ ഏജന്റുമാരെ പോലീസിലെടുക്കും. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ അതങ്ങ് തിരിച്ചു തന്നേക്ക്, ഞങ്ങൾ വേറെ ആൾക്കാർക്ക് കൊടുത്തോളാം. അപ്പൊ വേടൻ നിക്ക് പറയട്ടെ, എന്നെ പോലീസിലെടുത്തെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ മര്യാദയും എനിക്കും കിട്ടുമോ? പിന്നല്ലാതെ, തീർച്ചയായിട്ടും നിന്റെ റാങ്ക് എന്നെക്കാളും കൂടുതലാണ്. ഇത് കണ്ടില്ലേ, FDA പോലീസ് ഡാർക്ക് ആർമി എന്നാണ് അതിന്റെ പേര്. സീക്രട്ട് ഏജന്റോ? വാവ്, ജെയിംസ് ബോണ്ടിനെ പോലെ അല്ലേ? എന്നാ ഉണ്ട്, ഞാനുണ്ട് എല്ലാ കേസിനെന്നും പറഞ്ഞ് അവനും കൂടെ പോരുന്നു. ഇവരുടെ സ്റ്റേഷനിൽ തന്നെ ഒരു IT സെറ്റപ്പ് ഉണ്ടാക്കുന്നുണ്ട്. മാമൻ വേടനോട് പറയും, നീയും 2 പോലീസുകാരും കൂടെ ഫിലിപ്പീൻസിലേക്ക് പോകണം, അവിടെ നിന്നാണ് നീ കാസിനോ ഉണ്ടാക്കേണ്ടത്. അപ്പൊ വേടൻ ചോദിക്കും, ഞാൻ ഇവിടെയല്ലേ സൂപ്പർവൈസ് ചെയ്യേണ്ടത്? ഫിലിപ്പീൻസിൽ പോയാൽ ഇവിടുത്തെ കാര്യങ്ങൾ ആരാ നോക്കുക? ഇത് കേൾക്കുമ്പോൾ ചീഫ് ഉണ്ട്, ഡിറ്റക്റ്റീവ്, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് മുഴുവൻ നിങ്ങളിലാണ് പ്രതീക്ഷ. നിങ്ങൾ പോയാലേ കാര്യങ്ങൾ വൃത്തിയാവുള്ളൂ. പോണം സാർ, പോലീസ് ഡാർക്ക് ആർമി, നിങ്ങൾ ചെന്നിട്ട് വേണം ആ കൊള്ളക്കാരെയെല്ലാം പിടിക്കാൻ. യെസ്, അവൻ കൈ ചൂണ്ടിക്കാണിക്കും. യെസ്, പോകാം. മാമൻ ചിരിക്കുന്നുണ്ട്, എന്തോ വലിയ പണിയാ കൊടുത്തിരിക്കുന്നു പാവത്തിന്. അങ്ങനെ വേടനും 2-3 പോലീസുകാരും കൂടെ ഫിലിപ്പീൻസിലേക്ക് പോകുന്നു. ഫിലിപ്പീൻസ് ആണെങ്കിൽ ഭയങ്കര ചൂടുള്ള രാജ്യമാണ്, കുറേ തണുപ്പുള്ള രാജ്യം. ഈ വേടന് ഓൾറെഡി അവിടെ 1-2 കൂട്ടുകാരുണ്ടാവും. അവരിവർക്ക് വേണ്ടി ഒരു ഗോഡൌൺ സെറ്റപ്പ് ആക്കി കൊടുക്കുന്നു. ആ ഗോഡൌണിനകത്താണ് ഇവർ ഓൺലൈൻ കാസിനോ ഉണ്ടാക്കുക. അങ്ങനെ അവിടുത്തെ സെറ്റപ്പും റെഡിയായി, ഇവിടുത്തെ ITയും റെഡിയായി. ലോക്കൽ പോലീസിന്റെ സപ്പോർട്ടും ഉണ്ട് ഇവർക്ക്, ഫിലിപ്പീൻസിലെ ലോക്കൽ പോലീസ്. അങ്ങനെ ഫിലിപ്പീൻസിലെ കാസിനോ ഓണാവും. ഒരുപാട് ആൾക്കാരെ കൊണ്ട് ഒരു സൈറ്റ് ഉണ്ടാക്കി ഇവരവിടെ നിന്ന് റമ്മി കളിച്ചു തുടങ്ങും. ഈ സമയത്ത് നമ്മുടെ മെയിൻ വില്ലൻ ഐ.ടി.കാരനെ ആ പുതിയ തോഴൻ പഴയൊരു ബിൽഡിങ്ങിലേക്ക് വിളിച്ചു വരുത്തും. മിഞ്ചിനെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അവന്റെ അഹങ്കാരം ഇതോടെ തീർന്നു. ഞാൻ തന്നെ അവനെ നേരിട്ട് കൊല്ലാന്നും പറഞ്ഞ് ഐ.ടി.കാരൻ ഒരു തോക്കും വാങ്ങിച്ചിട്ട് സന്തോഷത്തോടെ മിഞ്ചിയെ കൊല്ലാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. അവനാണെങ്കിൽ ഒരു ബീഡിയും വലിച്ചു നിൽപ്പുണ്ടാവും. ഇവൻ ഇനിയും കെട്ടിവെച്ചില്ലേ? ഇവനെന്താടോ അഴിച്ചുവിട്ടിരിക്കുന്നത്? കെട്ടിവെച്ചില്ലേ അവൻ? അഴിച്ചാലെന്താ കെട്ടിയാലെന്താ? ഒറ്റ വെടിക്ക് ഞാൻ നിന്നെ തീർക്കാം, പറഞ്ഞ അനുസരിക്കില്ല അല്ലടാന്നും പറഞ്ഞ് ഐ.ടി.കാരൻ തോക്ക് നീട്ടി നിൽക്കുമ്പോൾ മിഞ്ചി ചോദിക്കും, നിന്റെ അഡ്മിൻ കീ കോഡ് എന്താണെന്ന്. ചാവാൻ പോണ സമയത്ത് നിനക്ക് കീ കോഡ് വേണോ? എന്നാ കേട്ടോ, 159357. ഇപ്പൊ മതിയായോ? ചാവടാന്നും പറഞ്ഞ് ഇവൻ ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ തോക്കിൽ ഉണ്ടയില്ല. ഉടനെ മിഞ്ചി ചാടി വന്ന് അവന്റെ പുറത്ത് കുത്തിയിട്ട്, ഞാൻ നിന്നോട് അവസാനമായി പറഞ്ഞിരുന്നു, ഇപ്പോഴെങ്കിലും നീ വാക്ക് പാലിക്കാൻ. നിനക്കെന്നെ അറിഞ്ഞിട്ടില്ല, ഇനി അറിയാനും പോകുന്നില്ല. അപ്പൊ ഈ ഐ.ടി.കാരൻ, എന്നെ കൊന്നതുകൊണ്ട് നിനക്ക് ഉപയോഗമില്ല, ഞാനുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ആ ലോക്കർ തുറക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. അത് കേട്ട് മിഞ്ചി, എനിക്ക് നിന്റെ ആവശ്യമില്ല, നിന്റെ വിരല് മാത്രം മതി എന്ന് പറഞ്ഞ് അവന്റെ വിരല് മുറിച്ചെടുക്കുകയാണ്. എന്നിട്ട് ആ പുതിയ ദോസ്തിനോട് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ തീർത്തോന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകും. ആ പുതിയ ദോസ്തൻ അവന്റെ 2 അടിക്കാരെയും കൊണ്ടുവന്നിട്ട് ഐ.ടി.കാരന്റെ പണി തീർക്കുന്നു. ഈ സമയം വില്ലന്മാരുടെ കാസിനോയിലെ ആ പാവം പ്രോഗ്രാമേഴ്സ് പുതിയൊരു വെബ്സൈറ്റ് ഓപ്പൺ ആയത് കണ്ടുപിടിക്കും. അവര് മിഞ്ചിനെ വിളിച്ച് പറയുന്നുണ്ട്, പുതിയൊരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ടെന്ന്. മിഞ്ചി ഉടനെ ആ വെബ്സൈറ്റിന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് ആ കാസിനോടെ പണി തീർക്കാൻ പറയും. എന്നിട്ട് വലം കൈനോട് ഐ.ടി.കാരന്റെ വില്ലയിലേക്ക് വിട്, എനിക്ക് കീ കിട്ടിക്കഴിഞ്ഞു, നമുക്ക് ആ ഹാർഡ് ഡിസ്ക് എടുക്കാമെന്നും പറഞ്ഞ് അവർ ഐ.ടി.കാരന്റെ വില്ലയിലേക്ക് പോകുന്നു. ഈ സമയത്ത് നമ്മുടെ സ്റ്റേഷനിലെ പോലീസുകാർക്ക് മനസ്സിലായി വില്ലന്മാർ ഇവരെ കാസിനോ കണ്ടുപിടിച്ചെന്ന്. അവർ ഹാക്ക് ചെയ്ത് ഇവരെ വെബ്സൈറ്റ് ഷട്ട് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതേ സമയത്ത് അറ്റാക്കും വരുമെന്ന് ഇവർക്കറിയാം. സോ ഇവിടെ ഫിലിപ്പീൻസിലെ ഇവർ സെറ്റ് ചെയ്ത ആ ഓൺലൈൻ കാസിനോയിലെ ജോലിക്കാരെയെല്ലാം പോലീസുകാർ ഒരു ഭാഗത്തേക്ക് മാറ്റും. എന്നിട്ട് വില്ലന്മാര് റൗഡികൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അവിടുത്തെ ലോക്കൽ പോലീസുകൾ. മുടിയും വളർത്തിക്കൊണ്ട് നമ്മുടെ വേടനുമുണ്ട്. വില്ലന്മാര് കാസിനോ ഇടിച്ചു പൊളിച്ച് അകത്ത് കയറി വന്ന് നോക്കുമ്പോൾ മനുഷ്യന്മാരാരുമില്ല. ഒരു സെക്കൻഡ് അവർ പകച്ചു നിൽക്കുമ്പോഴാണ് പോലീസുകാർ സ്മോക്ക് ഗ്രനേഡ് വലിച്ചെറിയുന്നു. എന്നിട്ട് 4 ഭാഗത്തു നിന്നും ഇവർ ആ വില്ലന്മാരെ അറ്റാക്ക് ചെയ്ത് പിടിക്കും. പക്ഷെ അതിലൊരുത്തൻ പോലീസുകാർ ജോലിക്ക് വെച്ചിരുന്ന ഒരു പെണ്ണിന്റെ കഴുത്തി കത്തി വെച്ചിട്ട് ഇവരെല്ലാം ഭീഷണിപ്പെടുത്താണ്. ഭാഗ്യത്തിന് വേടം പുറകി വന്നവന്റെ മണ്ടയ്ക്കടിച്ച് ആ പെണ്ണിനെ രക്ഷപ്പെടുത്തി. ഈ സമയം മിഞ്ചിയും വലം കൈയും ചേർന്ന് ഐ.ടി.കാരന്റെ വില്ലയിലേക്ക് വരുന്നുണ്ട്. അത് കൊറിയയിലാണല്ലോ. ആ സമയം ഫിലിപ്പീൻസിലെ റൗഡികളെല്ലാം പോലീസുകാർ പിടിച്ചു. എന്നിട്ട് അവരുടെ വില്ലന്മാരുടെ കാസിനോ എവിടെയാണെന്നും ഇവർ മനസ്സിലാക്കി. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണെന്ന് അവർ മാമനെ വിളിച്ചു പറയും. ഉടനെ മാമൻ പുറപ്പെടുന്നു ഈ IT ജീനിയസിന്റെ വില്ലയിലേക്ക്. ഈ നേരത്ത് ജീനിയസിന്റെ വില്ലയിൽ നിന്ന് തനിക്ക് വേണ്ട ഹാർഡ് ഡിസ്കുകൾ മിഞ്ചിയോ കളക്ട് ചെയ്യും. അപ്പോഴാണ് ഐ.ടി.കാരനെയും കൊന്നിട്ട് ആ പുതിയ ദോസ്ത് അങ്ങോട്ട് വരുന്നത്. അവന്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട്. വീണ്ടും ഒരു യുദ്ധം വേണമെന്ന് മിഞ്ചിയോ ചോദിക്കും. മിഞ്ചിയോടെ കൂടെ അടിയുണ്ടാക്കിയ ഇവന് തന്നെയാണ് നഷ്ടം. ഇല്ല, എനിക്ക് ആവശ്യമില്ല, ഞാൻ ഇച്ചിരി തിരക്കില്ല, ആ പണം എനിക്ക് തന്നേക്ക്, ഹാർഡ് ഡിസ്ക് നിങ്ങൾ കൊണ്ടുപോയിക്കോന്നും പറഞ്ഞ് ഇവർ ഡീൽ ഉറപ്പിച്ച് മിഞ്ചു ഹാർഡ് ഡിസ്കുമായിട്ട് അവിടെ നിന്ന് ഇറങ്ങും. ഇവർ പണം എടുക്കും. ഈ സമയത്ത് ഫിലിപ്പീൻസിൽ നമ്മുടെ പോലീസുകാരെല്ലാം ആ കാസിനോ കണ്ടുപിടിച്ച് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അറസ്റ്റ് ചെയ്യും. നമ്മുടെ പാവപ്പെട്ട പ്രോഗ്രാമേഴ്സ്, ഇവർ പിടിച്ച് പീഡിപ്പിക്കുന്ന പ്രോഗ്രാമേഴ്സ്, അവരെയും രക്ഷപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് IT പോലീസുകാരൻ അവരുടെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് അവരുടെ ഡാറ്റ ചെക്ക് ചെയ്യാൻ നേരം ആ ഡാറ്റയെല്ലാം ബാക്കപ്പ് ചെയ്ത് വേറെ ആരോ കൊണ്ടുപോയിരിക്കുകയാണ്. കീയും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ കീ ചേഞ്ച് ആയതിന്റെ IP അഡ്രസ്സ് എവിടെയാണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമെന്ന് ലേഡി ചോദിക്കും. ആ പയ്യൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് IT ജീനിയസുകാരന്റെ വീട്ടിൽ തന്നെയാണ്. സോ ഇവർക്ക് എവിഡൻസും കിട്ടിക്കഴിഞ്ഞു. IP അഡ്രസ്സ് ഒരു എവിഡൻസ് ആണല്ലോ. നിങ്ങൾക്കിനി ആ വില്ല റെയ്ഡ് ചെയ്യാം. ലേഡി വിളിച്ച് മാമനോട് പറയും. ഇവര് പോലീസ് വമ്പൻ ടീമുമായിട്ട് IT-കാരന്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. മാമൻ കയറി ചെന്ന് ഓരോരുത്തരെ ഇടിച്ച് തെറിപ്പിച്ച് അവസാനം ആ പുതിയ ദോസ്ത് അവൻ കാര്യമായി അടിക്കാൻ വരുന്നുണ്ട് പാവം. പക്ഷെ ഒറ്റ പഞ്ചിൽ തന്നെ ആള് സൈഡായി. IT-കാരൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ മിഞ്ചി IT-കാരനെ കൊന്നു, എന്നിട്ട് മിഞ്ചി രക്ഷപ്പെട്ടു പോയി എന്ന്
ഈ പുതിയ ദോസ്ത് പറയും. അവൻ എയർപോർട്ടിലേക്കാണ് രക്ഷപ്പെട്ടു പോയിരിക്കുന്നത്. അവൻ ഉടനെ പോലീസുകാരെ വിളിച്ചിട്ട് മിഞ്ചി എയർപോർട്ടിലേക്കാണ് പോയിരിക്കുന്നത്, ഏത് ഫ്ലൈറ്റ് ആണെന്ന് കണ്ടുപിടിക്കുകയും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറയും. ഇവരുടനെ എയർപോർട്ടിലെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്നു. കള്ളപ്പേരിലാണ് അവർ പറക്കുന്നത്, അതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവർ ഈ നാട് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിടിക്കാൻ പറ്റില്ല. ലാസ്റ്റ് ചാൻസ് ആണ്, എങ്ങനെയെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയും. അപ്പോഴേക്കും മിഞ്ചിയും കൂട്ടുകാരനും ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് അകത്തേക്ക് കയറാൻ പോവാ. ഇവർ എയർപോർട്ട് പോലീസുകാരെ വിളിച്ച് രൂപരേഖ കൊടുത്തിട്ട് അത് വെച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയും. അവരങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്തു. അസ്തർ എയർ എന്ന ഫ്ലൈറ്റിലാണ് അവർ പോകുന്നത്. വിമാനം നിർത്താൻ കഴിയില്ല, 10 മിനിറ്റിൽ ഡിപ്പാർച്ചറാണ്. അതിനു മുന്നേ ചെന്ന് പിടിക്കുകയാണെങ്കിൽ പിടിക്കാം. മാമൻ പറന്നു പോകുന്നുണ്ട് കാറിൽ തന്നെ. ഇവിടെ ബോർഡിംഗ് പാസും കൊടുത്ത് അവൻ അകത്ത് കയറി. മാമൻ ഓടിച്ചെന്ന് ചെക്കിങ്ങിൽ ഞാൻ പോലീസുകാരനാ, ഒരു ക്രിമിനൽ അറസ്റ്റ് ചെയ്യാനുണ്ട്, ഉടനെ പുറത്തേക്ക് വരാമെന്നും പറഞ്ഞ് അകത്ത് ചെന്ന് എയർ ഹോസ്റ്റസിനോട് എത്ര സമയമുണ്ടെന്ന് ചോദിക്കും. ഇനി 5 മിനിറ്റേ ഉള്ളൂ, 5 മിനിറ്റ് മതി, ധാരാളം എന്ന് പറഞ്ഞിട്ട് അകത്ത് കയറി ഞാൻ പോലീസാണ്, എല്ലാവരും ഒന്ന് പുറത്തേക്ക് വരണമെന്ന് പറയും. ഈ വില്ലന്മാരല്ലാത്ത യാത്രക്കാരെല്ലാം മെല്ലെ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞാണ് അങ്കിളന്മാർ എഴുന്നേക്കുക. യു അഗെയിൻ, നീ വീണ്ടും വന്ന. മാമൻ പറയും, ഞാൻ ഒരാൾക്ക് സത്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നിന്നെ പിടിക്കുമെന്ന്, അതിനുവേണ്ടി വന്ന. അപ്പൊ മിഞ്ചി മാമനെ കളിയാക്കിയിട്ട് പറയും, നീ ഒറ്റയ്ക്ക് നടക്കോ, ഒറ്റയ്ക്ക് ഇത്രയും ദൂരം വരാൻ പേടിയായില്ലേ? അതിന് മാമൻ, അതെ, തനിമയായിരുന്നു ഒരുപാട് നേരം, അതിൽ ചെറിയ വിഷമമുണ്ട്, ആ വിഷമം ഞാൻ നിന്നെ അടിച്ചു തീർത്തോളാം. മിഞ്ചി ഇവനെ തട്ടിയിട്ട് നമുക്ക് പോകാന്ന് പറയും. മാമൻ ഗ്ലൗസ് ഊരി കയ്യിലിട്ടിട്ട്, പോകാൻ വരട്ടെ, ഞാനൊരു പോലീസുകാരനാണ്, എന്റെ എല്ലാ ശക്തി ഉപയോഗിച്ച് ഞാൻ ജനങ്ങളെ തല്ലാറില്ല, അവർ ചത്തുപോയാലോ, പക്ഷെ നീ എക്സെപ്ഷനാ, എന്റെ എല്ലാ ശക്തിയും ഞാൻ ഉപയോഗിക്കാം, എനിക്കിഷ്ടമുള്ളതുപോലെ തല്ലാം. 3 പേരും തമ്മി ചാടി തല്ലാൻ തുടങ്ങും. ആദ്യമേ മാമൻ അവന്മാരെ എടുത്തിട്ട് പൊത്തുന്നുണ്ട്. ഇത് വലങ്ക ഏറി പറക്കുന്നു. ആദ്യമൊക്കെ ലീഡ് പിടിച്ചെങ്കിലും ഈ രണ്ടവന്മാരും ഒത്തുകൂടി മാമനെ ചേർത്ത് വെച്ച് പൂശാൻ തുടങ്ങും. മിഞ്ചി എയർ കേബിൾ വെച്ച് മാമന്റെ കഴുത്തി പിടിച്ച് കുരുക്കും. എങ്ങനെയോ ആ പിടിവിട്ടിട്ട് ആദ്യം മാമൻ ഈ വലങ്കയ്യന്റെ താടിയെല്ലാം ഇടിച്ചുടയ്ക്കുന്നത്. 3 പഞ്ചിൽ അവൻ മൂല ചെന്ന് സൈഡായി. അപ്പോഴാണ് മിഞ്ചി ബോട്ടിലും കൊണ്ട് ആഞ്ഞടിക്കാൻ തുടങ്ങുന്നത്. കിച്ചണിൽ നിന്ന് ഒരു കത്തി എടുത്തിട്ട് അവനത് മാമന്റെ നെഞ്ചി കുത്തി ഇറക്കുകയും ചെയ്യും. രണ്ടാമത് കഴുത്തെ കുത്താൻ നോക്കുമ്പോഴാണ് മാമൻ കയ്യിൽ ആ കുത്തി ഏറ്റുവാങ്ങിയിട്ട് അവന്റെ കൈ ലോക്ക് ചെയ്ത് അവനെ ദൂരേക്ക് തള്ളിയിട്ട് തിരിച്ച് വലിച്ചു കുത്താൻ തുടങ്ങുക. ആ പിടിവിട്ട് അവന് പോകാൻ പറ്റില്ലല്ലോ. വലിച്ചിടിച്ച് ഒരു മൂലയ്ക്ക് സൈഡാക്കുമ്പോൾ വായിൽ രക്തം പൊടഞ്ഞാൽ അവൻ ചിരിച്ചോണ്ടിരിക്കും. നിനക്ക് സന്തോഷമായോടാ? ഇനിയുണ്ട് സന്തോഷം എന്ന് പറഞ്ഞ് മാമൻ ദൂരേന്ന് ഓടി വന്ന് മുട്ടുമടക്കി അവന്റെ തല ചുമരോട് ചേർത്ത് ഒരൊറ്റ കിക്ക. അത് ചെളിഞ്ഞുടഞ്ഞുപോയി. അങ്ങനെ അണ്ണൻ സൈഡായി. ഇവിടെ ഫിലിപ്പീൻസിലെ വേടൻ എല്ലാവരെയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങൾ പോലീസുകാർ വമ്പ സംഭവമാണ്, എന്തായാലും അതിലൊരു അംഗമാവാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷം. മാമൻ ഫ്ലൈറ്റിലെ പണിയും കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ചീഫ് ഓടി വന്നിട്ട്, നിന്റെ കൈ മുറിഞ്ഞോ, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ചെല്ല്, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയും. അപ്പോഴാണ് വിമാന കമ്പനി ലേഡി വരിക. സാർ, ആരാണ് ഇൻചാർജ്? ഫ്ലൈറ്റിനകത്ത് ഒരുപാട് സാധനങ്ങൾ ഡാമേജ് ആയിട്ടുണ്ട്, ഫ്ലൈറ്റും ഡിലേ ആയി, അതിന്റെ മൊത്തം പണം നിങ്ങൾ വേണം അടയ്ക്കാൻ. മാമൻ ചെവി കൊടുക്കാതെ ഒളിച്ചും പാത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഓടികളെ. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്താൽ ഇവര് പോലീസുകാരെല്ലാവരും ആ മരിച്ചുപോയ അമ്മയ്ക്കും മോനും ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഞാൻ എന്റെ സത്യം പാലിച്ചിരിക്കുന്നു എന്ന് ഹീറോ പറയും. ഈ സമയത്താണ് നമ്മുടെ വേടൻ മഞ്ഞക്കാറുമായിട്ട് അവന്റെ കാമുകിയും ചേർത്ത് ടൂർ അടിക്കാൻ എങ്ങോട്ട് ഇറങ്ങുന്നത്. പോലീസുകാർ തടയുമ്പോൾ ഇവൻ ബാഡ്ജ് എടുത്ത് കാണിക്കും. ആരെയാ മോനെ തടയുന്നു? ഞാൻ നിന്നെക്കാളും വലിയ ഓഫീസറാ, എനിക്ക് പോയിട്ട് പണിയുണ്ട്. ഉടനെ ആ പോലീസുകാരൻ പുറത്തേക്ക് ഇറങ്ങുക. കള്ള പോലീസ് ബാഡ്ജ് കാണിച്ചിട്ട് ആൾക്കാരെ പറ്റിക്കാൻ നോക്കുന്നു. ഉടനെ വേടൻ പറയും, കള്ള പോലീസോ? പോലീസ് ഡാർക്ക് ആർമി FDA വായിച്ചിട്ട് തനിക്ക് മനസ്സിലായില്ലേ? ഉടനെ ആ പോലീസുകാരൻ പറയും, താൻ എവിടെയാണോ പഠിച്ചത്? ഇത് അമേരിക്കയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ ബാഡ്ജാണ്. പോലീസിൽ എവിടെയാണോ FPL വരും മണ്ട, പുറത്തേക്ക് ഇറങ്ങുന്നും പറഞ്ഞ് അവരിവനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഉടനെ ദേഷ്യപ്പെട്ടവൻ ഒരൊറ്റ കോൾ, അവസാനമായിട്ട് ഒരൊറ്റ കോളെന്നും പറഞ്ഞ് ഹീറോയെ വിളിച്ചെടാ തെണ്ടി, പോലീസ് സ്പെല്ലിങ് P-ലല്ലടാ തുടങ്ങുക, F-ലാണോ തുടങ്ങുക, നീ എന്നെ വീണ്ടും പറ്റിച്ചല്ലേ എന്നും പറഞ്ഞ് ചീത്ത പറയുമ്പോൾ മാമൻ ചിരിച്ചോണ്ട് കോള് കട്ടാക്കും. അവിടെ വെച്ച് ദ റൗണ്ട് അപ്പ് പണിഷ്മെന്റ് എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി ഇൻവെസ്റ്റിഗേഷൻ മൂവിയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സുലട്ടുമാസ്.